രാജ്യതലസ്ഥാനത്തേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. മലയാളികൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഓണവട്ടങ്ങളൊക്കെ ഒരുക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളുമായി ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, ഡൽഹി മലയാളികളുടെ ഓണാഘോഷത്തെക്കുറിച്ച് എന്താണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്? ആദർശ്. പ്രജിത്ത്, ഡൽഹി മലയാളികളും ഉത്രാട പാച്ചിലിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ INA മാർക്കറ്റിലാണ്. ഇവിടെ മലയാളി കടകൾ നിരവധിയാണ്. ഈ മലയാളി കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഓണാഘോഷത്തിനായിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഈ? തീർച്ചയായും പഴയതുപോലെ അത്ര വിപുലമായ ആൾക്കാരെ നടത്തുന്നില്ലെങ്കിലും ഇപ്പോഴും അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓണാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഷോപ്പിങ്ങിന് എല്ലാവിധ ഐറ്റങ്ങൾസും ഇവിടെ സുലഭമായിട്ടുണ്ട്. ചിപ്സ്, ബോണ്ട, മറ്റുള്ള ഉപ്പേരി, പഴവർഗ്ഗങ്ങൾ, കായകൾ, കലങ്ങൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പ്രജിത്ത്, അപ്പോൾ ഈ INA മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും നിരവധി മലയാളി കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും നാളത്തെ തിരുവോണ സദ്യ തയ്യാറാക്കുന്നതിനുമൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് ഉത്രാടപ്പാച്ചിൽ? ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിവിടെ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ കേരളത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉത്രാടപ്പാച്ചിലുണ്ടല്ലോ, അപ്പോൾ എന്തൊക്കെ കിട്ടും നോക്കാൻ വേണ്ടി വന്നതാണ്. വാഴയില വേണം, അപ്പോൾ നോക്കണം വിചാരിച്ചിട്ട്. എങ്ങനെയുണ്ടോ? നാട്ടിലെ പോലെ തന്നെ നാട്ടിലേക്കാൾ ഒരുപടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ ഉത്രാടപ്പാച്ചിൽ. കാരണം നമ്മുടെ നാട്ടിലാകുമ്പോൾ ഡൽഹിയിലാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, കിട്ടാത്ത സംഭവമാണല്ലോ. അപ്പോൾ അത് ഉത്രാടപ്പാച്ചിലൊരു ഇതാണ് സംഭവമാണ്. നമ്മൾ കേരള കടയിൽ പോയിട്ട് നാട്ടിലേക്ക് വേണ്ട സാധനം മേടിക്കുന്നു, അവിയൽ അതുപോലെ വെക്കാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കുന്നു. അതിന് എന്തായാലും അടിപൊളി ഓണം, പ്രാവശ്യം ഓണം അടിപൊളി ആയിരിക്കട്ടെ. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ മോളെ ഒരു ഓണപ്പാട്ട് പാടിയാൽ? അയ്യോ, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാമിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേണിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു. അപ്പോൾ മലയാളി കടകളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് ഈ ഉത്രാട ദിനത്തിലെ കച്ചവടമെന്ന് കടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ നിരവധി സാധനങ്ങൾ നമുക്ക് നാട്ടിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നേന്ത്രക്കായ, പപ്പടം, അങ്ങനെ എല്ലാ ഒരു ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഈ കടകളിലൊക്കെ ഉണ്ട്. കാരണം മലയാളികൾ കൂടുതലായി ഓണം ആഘോഷിക്കുന്നതിനായി ഇവിടെയൊക്കെ വന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഉത്രാട ദിനത്തിലെ കച്ചവടമെന്ന് നമുക്കിവിടെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? കച്ചവടം നന്നായിരിക്കുന്നു. ഉത്രാടമായിട്ട് എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ? ആൾക്കാരെല്ലാം വരുന്നുണ്ട്, ചിലവുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഏതിനാണ്? വാഴയിലക്കാണ്, പപ്പടത്തിന്? എല്ലാ സാധനങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. ഈ വാഴയില എങ്ങനെയാണ് വിലയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം? അത് 20 രൂപ പീസ്, ഒരു പീസ് 20 രൂപ. മറ്റേ ആർട്ടിഫിഷ്യലാണെങ്കിൽ 10 രൂപ പീസ് ഏറ്റവും കൂടുതൽ. പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ സാധനങ്ങളുണ്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രജിത്ത്, അപ്പോൾ ഓണസദ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വാഴയിലയ്ക്കാണ് ഇവിടെ ആവശ്യക്കാർ കൂടുതലുള്ളത്. വാഴ ഇല ഒരു പീസ് 20 രൂപയ്ക്കാണ്. അത് ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിൽ 10 രൂപ മാത്രമാണ് വിലയുള്ളതെന്ന് പറയുന്നു. എന്തായാലും നാട്ടിലെ പോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൽഹിയിലും മലയാളികൾക്ക് ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. പ്രജിത്ത്. ഓക്കെ ആദർശ്, ഈ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നിൽക്കുന്നവർക്കറിയാം അവിടെ എല്ലായിടത്തും ഒരു മലയാളി കടയെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ തയ്യാറാക്കിയിരിക്കും. പക്ഷേ അല്പം നാട്ടിലെ അനുസരിച്ച് അല്പം വില കൂടുതലുമായിരിക്കും. പക്ഷേ ആഘോഷം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും മലയാളികളായതുകൊണ്ടും നമ്മൾ അതെല്ലാം പോയി വാങ്ങിക്കുകയും ചെയ്യും.